എക്സസൈസ് 2B ചെയ്യാം. ആ ചാപ്റ്ററിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസ് നോക്കാം. 2 സെക്കൻഡ് എക്സസൈസ് പാർട്ട് ബി അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. പ്രൊമോട്ട് ഡെപ്പോസിറ്റ്സ് ₹600 per month in a recurring deposit account for ₹4 years. അപ്പോൾ പ്രിൻസിപ്പൾ ഇവിടെ എത്രയാണ് വരുന്നത്? ₹600 അല്ലേ. എത്ര ഇയേഴ്സ് ആണ്? n = 4 years. 4 years എന്നാൽ എത്ര മന്ത്സിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ 4 × 12 എത്രയാണ് വരിക? 4 × 12 എന്ന് പറയുമ്പോൾ 48 months ആണ് വരിക അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ഫോർമുലാസ് തന്നെയാട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സസൈസിൽ ഞാൻ ഫോർമുല യൂസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നേരത്തെ ഇപ്പം ഞാൻ കഴിഞ്ഞ എക്സസൈസിൽ പറഞ്ഞ ഡയറക്റ്റ് ഫോർമുല അല്ല, അത് വെച്ചിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ എക്സസൈസിൽ ഞാൻ ഫോർമുല വെക്കാണ്ടെന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്താൽ നോക്കാം. നോക്ക്, ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. R = 8% തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ കാൽക്കുലേറ്റ് ദ മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം നിങ്ങൾ അല്ലേ. മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എങ്ങനെയായിരുന്നു? അതിന് P × n+1 ഡിവൈഡഡ് ബൈ 2 × R/100 അല്ലേ. 2 × എന്ത് കൂടി ഉണ്ട്? 12 അല്ലേ. അപ്പം ഈ ഫോർമുലയിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്താ കേട്ടോ. അതേ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയൊരു മാറ്റമൊന്നുമില്ല ഈ എക്സസൈസിലും. കഴിഞ്ഞ എക്സസൈസിന്റെ അതേ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എന്താ വരിക? 600 × n എന്ന് പറയുന്നത് എത്രയാ? 48 × n+1 എന്ന് പറഞ്ഞാൽ 48 + 1 ഡിവൈഡഡ് ബൈ 2 × 12 × R എത്രയാണ് വന്നിരിക്കുന്നത്? 8 ഡിവൈഡഡ് ബൈ 100. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 600 × 48 × 49 × 8 ഡിവൈഡഡ് ബൈ 2 × 12 എത്രയാണ്? 24 × 100. കഴിഞ്ഞ എക്സസൈസിലൊക്കെ ഞാൻ 2400 എന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാനത് ജസ്റ്റ് 2 × 12 ആയിട്ട് തന്നെ ഇപ്പോൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ അത് ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ എഴുതി വെക്കണം എന്തായാലും. ക്ലിയർ ആയോ? ഈ 24ഉം 48ഉം കട്ട് ചെയ്താൽ 2 വരും. ഈ 100ഉം ഇതും പോവും അല്ലേ. അപ്പോൾ ഇവിടെ 6 വരുള്ളൂ. ലാസ്റ്റ് ആൻസർ എന്താ വരിക? 6 × 2 × 49 × 8. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 4704 ₹4704. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്ത് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം മെച്യൂരിറ്റി വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മെച്യൂരിറ്റി വാല്യൂ അല്ലേ. ഈ എമൗണ്ട് എത്ര സമയത്തേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? 48. ഏത്? 600. അപ്പം 600 × 48 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ എമൗണ്ട് എത്രയാണ്? 4704. ക്ലിയർ ആയോ? ആഡ് ചെയ്യുന്ന സമയത്ത് 6 8s are 48, 4 ഇപ്പോൾ ഇവിടെ വരുന്നത് 288. 2 സീറോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് എന്ത് വരും? 4704. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ₹33504. ക്ലിയർ ആയോ? ഇതായിരിക്കും എന്ത് വരിക? മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് വരിക അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. Ritu has a recurring deposit account in a bank and deposits ₹80 per month for 18 months അല്ലേ. അപ്പം ഇവിടെ പ്രിൻസിപ്പൾ എത്രയാണ് വരുന്നത്? ₹80. ചെറിയ വാല്യൂ കേട്ടോ. പെർ മന്ത് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 18 months ആണ്. 18 months
ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ ബാങ്ക് ഇഫ് ദ മെച്യൂരിറ്റി വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. മെച്യൂരിറ്റി വാല്യൂ തന്നിരിക്കുന്നത് 1554 റുപ്പീസ് 1554 അല്ലെ. 18 മന്ത്സിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇത് കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പം ചോദ്യം എന്താ പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ആദ്യം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമിൽ എന്താ, PN ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു R/100. ഞാൻ നേരത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ ഫോർമുലാസ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടില്ല എന്നല്ല കേട്ടോ. നമ്മൾ ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത 2 ഫോർമുലാസ് ഒക്കെ ഞാൻ കഴിഞ്ഞ എക്സസൈസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ മനസ്സിലാവുന്നത് ആ മെത്തേഡിൽ ഫോളോ ചെയ്താൽ മതി. അപ്പം ഏതാണ് എളുപ്പം തോന്നിയാൽ ആ മെത്തേഡിൽ അങ്ങോട്ട് ഫോളോ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ PN ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു R/100. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് വരിക? ഞാൻ ഇവിടെ എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് SI ഇസ് ഈക്വൽ ടു P എന്ന് പറയുന്നത് എത്രയാ? 80 ഇൻറ്റു N എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 18 വന്നിട്ടുണ്ട്. പിന്നെ 18+1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 എന്താ വരിക? 24 ഇൻറ്റു 100 അല്ലേ. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. പിന്നെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ വരിക? പിന്നെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഈ 80 റുപ്പീസ് 18 മന്തോളം എന്തായിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80 ഇൻറ്റു 18 പ്ലസ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റാണ് വരിക. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? 80 ഇൻറ്റു 18 ഇൻറ്റു ഇതെന്താ വരിക? 19 അല്ലേ. 19 ഇൻറ്റു R ഡിവൈഡഡ് ബൈ 2400 അല്ലേ. മെച്യൂരിറ്റി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. മെച്യൂരിറ്റി വാല്യൂ തന്നത് എത്രയാണ്? മെച്യൂരിറ്റി വാല്യൂ തന്നിരിക്കുന്നത് 1554 ഈസ് ഈക്വൽ ടു ഇവിടെ കണ്ടോ 80 ഇൻറ്റു 18. ഇവിടെയും ഇല്ലേ 80 ഇൻറ്റു 18. അത് കോമൺ ആയിട്ട് പുറത്തെടുത്തോ. ഡിവൈഡഡ് ഇൻറ്റു ഇനി ഇവിടുന്ന് പുറത്തെടുത്ത് അവിടെ 1 അല്ലേ ഉണ്ടാവുക. പ്ലസ് ഇവിടെ ബാക്കി ആരുണ്ടാവും? 19R/2400 അല്ലേ. ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ്. അപ്പം ഇത് എന്ത് ചെയ്യുക? ഈ 80 ഇൻറ്റു 18 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താ വരിക? 1554 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 18 is equal to 1 plus 19R/2400. ക്ലിയർ ആയോ? ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിൽ രണ്ടിലും അതായത് 3 കോമൺ ആയിരിക്കും അല്ലേ. അപ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്ത് നോക്ക്. 1554 ഇവിടെ വരും 5, 15 1 അല്ല, 5 1 അല്ല, പിന്നെ 24 എന്ത് വരും? 8. ഇവിടെ കട്ട് ചെയ്താൽ എന്ത് വരും? 6. ഇനി ഇതിൽ രണ്ടിൽ ആര് കോമണാ? 2 കോമണാ. 2 ഇതിൽ എത്ര വരും? ഒരു 2 ടൈംസ്, 10 5 ടൈംസ്, 18 9 ടൈംസ്. ഇവിടെ എന്ത് വരും? 3. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 19R ഡിവൈഡഡ് ബൈ 2400 is equal to the right side എഴുതി കൂടെ 259 by 18 to 3 എന്താ വരിക? 240 implies 19R by 2400 is equal to എന്ത് വരും? 259 by 240 minus 1. ഇനി ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 19R divided by 2400 is equal to 259. ഇവിടെ എന്ത് ചെയ്യുക? 1/1 എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 259 മൈനസ് 240 ഡിവൈഡഡ് ബൈ 240. ക്ലിയർ ആയോ? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക,
മൈനസ് ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 240 into 1 അല്ലേ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 19R divided by 2400 എങ്ങനെ എഴുതിക്കൂടെ? 240 into 10 എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു, ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 19 അല്ലേ? 19 by 214 വരും അല്ലേ? ഈ 240യും ഈ 240യും കട്ട് ചെയ്യുക അല്ലേ? ഇനി ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. ഈസ് ഈക്വൽ ടു എന്ത് വരും? R ഈസ് ഈക്വൽ ടു 10 അങ്ങോട്ട് പോലും മുകളിലേക്കില്ല പോവുക, ഇൻറ്റു 10 ആവും. ഈ 19 താഴത്തേക്ക് വരും ബൈ 19. 19 ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? 10. അപ്പോൾ റേറ്റ് എത്രയാണ് വരിക? 10%. ക്ലിയർ ആയോ? നേരത്തെ ഞാൻ റേറ്റിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല പോലെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് മെത്തേഡാണോ തോന്നുന്നത്, കൺവീനിയൻ്റ് ആയിട്ട് ഏത് മെത്തേഡാണെങ്കിലും അത് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇപ്പോൾ ഒന്നെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രോബ്ലത്തിൻ്റെ ആ ഫ്ലോയിൽ പോയിട്ട് തന്നെ ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Third question. The maturity value of a recurring deposit is എന്താ വരിക? മെച്യൂരിറ്റി വാല്യൂ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ₹16,176. ഇഫ് ദ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ₹400. അപ്പോൾ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് എത്രയാ? ₹400. പിന്നെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8%. അപ്പോൾ റേറ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? 8%. പിന്നെ ഇവിടെ n ആണ് എത്ര സമയം എടുത്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ല. ഈ n കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും വരിക. 2 വാല്യൂസ് കിട്ടും, അതിലൊരു വാല്യൂ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള റിയൽ വാല്യൂ എടുക്കുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമിൽ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? P into n plus 1 divided by 2 into 12 into R by 100 is equal to P എന്ന് പറയുന്നത് എത്ര വരിക? 400 into n plus 1 divided by 224 into 100. ക്ലിയർ ആയി? ഇത് ഇവിടെ തന്നെ കട്ട് ചെയ്യുക, 2 സീറോസ് അല്ലേ? ഇതെന്താ വരിക? 4 24 കട്ട് ചെയ്താൽ 6 വരും അല്ലേ? 1 ടൈംസ് ഇവിടെ 6 വരും. അപ്പം എന്താ വരിക? n plus 1 divided by, സോറി ഇവിടെ ഒരു എന്തും കൂടി ഉണ്ട്, 8ഉം കൂടി ഉണ്ട് കേട്ടോ അല്ലേ? അപ്പം ഇൻറ്റു 8/6 ഉണ്ടാവും. ഈസ് ഈക്വൽ ടു എന്താ വരിക? 8 6 4 2 ആണല്ല, അപ്പോൾ 4 ഇവിടെ വരും 3. ഇപ്പോൾ 4n into n plus 1 whole divided by 3. ഇതാണ് എന്ത് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ? ഇനി മെച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? അതായത് ₹400 എത്ര മന്തിൽ അടച്ചിട്ടുണ്ട്? നമ്മൾ n മന്തിൽ അടച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 400 ഇൻറ്റു എത്ര മാസത്തോളം അടച്ചിട്ടുണ്ട്? അത് n മന്ത്. അപ്പോൾ 400 ഇൻറ്റു n പ്ലസ് 4n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. മെച്യൂരിറ്റി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 16,176 ഈസ് ഈക്വൽ ടു 400n പ്ലസ് 4n ഇൻറ്റു n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈസ് ഇംപ്ലൈസ് അല്ലേ? 16176 ഈസ് ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ ഒരു 1 ഇടാം
എന്നിട്ട് ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 3 into 400n പ്ലസ് പിന്നെ ഈ 1നെ നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു 1 into 4n into n plus 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 എന്ന് വരും അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16176 ഈസ് ഈക്വൽ ടു 3 into 400 എന്ന് പറഞ്ഞാൽ 1200n പ്ലസ് ഇവിടെയോ 4n into n അപ്പോൾ 4n സ്ക്വയർ പ്ലസ് 4n into 1 4n ഹോൾ ഡിവൈഡഡ് ബൈ 3. ഈ 3 ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 16176 into 3 ഈസ് ഈക്വൽ ടു ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ തന്നെ എഴുതിക്കുക 1200n പ്ലസ് 4n സ്ക്വയർ പ്ലസ് 4n. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 6 3s are 18, ബാക്കി 1 21 22 2 5 6 3s are 18 4 48528 അല്ലേ? ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്തൂടെ? രണ്ടും n ആണ്. അപ്പം 1204n പ്ലസ് 4n സ്ക്വയർ അല്ലേ? ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 ഈസ് ഈക്വൽ ടു 1204n പ്ലസ് 4n സ്ക്വയർ മൈനസ് 48528 അല്ലേ? ഒന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം എന്ത് എഴുതും? ആദ്യം 4n സ്ക്വയർ മൈനസ് പ്ലസ് 1204n മൈനസ് 48528 ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഇനി ഇതിലെല്ലാത്തിലും 4 കോമൺ ആണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഇക്വേഷൻ 1 എന്ന് വിളിച്ചോ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടെ എന്താവും? n സ്ക്വയർ പ്ലസ് ഇവിടെയോ 301n മൈനസ് ഇവിടെ 1 8ൽ 2 5ൽ 1 പിന്നെ 1 ഇങ്ങോട്ട് ക്യാരി ചെയ്യുമ്പോൾ 3 2 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഈ സാധനം -12132 ആ നമ്പറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 301 ആണ്. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഇത് ഒന്നെങ്കിൽ ഫാക്ടറൈസേഷൻ വെച്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല യൂസ് ചെയ്യുക അല്ലേ? ഫോർമുല എന്താ? n ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതാണ് ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോർമുല കേട്ടോ. ഇതിൽ a എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1. b എന്ന് പറയുന്നത് n-ൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ് വരിക? 301. c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ടേം എത്രയാണ് വരിക? -12132. അപ്പം n-യിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. മൈനസ് b എന്ന് പറയുമ്പോൾ -301 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്ന് പറയുന്നത് 301 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുന്നത് എത്രയാണ്? 1 ഇൻറ്റു c എന്ന് പറയുന്നത് -12132 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എന്ന് പറയുന്നത് 1. ക്ലിയർ ആയോ? അപ്പം ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്തു നോക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്. ഇപ്പം 30 അപ്പോൾ ഇവിടെ എന്ത് വരും? -301 പ്ലസ് ഓർ മൈനസ് 301ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 301ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 90601 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. അപ്പോൾ 4 ഇൻറ്റു എന്താ വരിക? 12132. അത് എത്രയാണ് കിട്ടുന്നത്? 48
48528 divided by 2. അപ്പം ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് n is equal to -301 plus or minus ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം 90601 അല്ലേ. ഇനി ഇതിൻ്റെ എത്രയാ വരിക? ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 139129. ഞാൻ ഈ അഡീഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, അതൊന്നും പറയാനില്ലല്ലോ. ഇനി ചോദിക്കേണ്ടത് എന്തെന്നാൽ ഇനി ഇതിൻ്റെ ഡൗട്ട്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അത് സ്ക്വയർ ഡിവിഷൻ മെത്തേഡ് അറിയില്ലെങ്കിൽ ഞാനൊരു ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് അതായത് ഒരു വലിയ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഡിവിഷൻ എടുക്കുന്ന സമയത്ത് സ്ക്വയർ ഡിവിഷൻ അല്ല, സ്ക്വയർ റൂട്ട് മെത്തേഡ് എന്ന് അതിന് പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊരു പ്രത്യേക മെത്തേഡിലാണ് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് വരുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ -301 പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 373 by 2 അല്ലേ. അപ്പം നമുക്ക് രണ്ട് ആൻസർ കിട്ടും ഇവിടെ അല്ലേ. എന്നിന് രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്ത് വരും? -301 പ്ലസ് 373 by 2 ഓർ n ഈസ് ഈക്വൽ ടു -301 മൈനസ് 373 by 2 അല്ലേ. അപ്പോൾ ഇവിടെ n എത്രയാണ് വരിക? 373 മൈനസ് 301 എത്രയാ? 72 by 2 ഓർ n ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് വരിക? 301 373 എത്രയാ? -674 എന്നാണ് വരിക by 2. അപ്പോൾ n ഈസ് ഈക്വൽ ടു 36 വരും ഓർ n ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ് വരിക? -337 അപ്പോൾ ഈ n പോസിബിൾ അല്ല. കാരണം എന്താവില്ല, നമ്പർ ഓഫ് മന്ത്സ് എന്താവില്ല, എണ്ണം ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് വരിക? n ഈക്വൽ ടു 36. ക്ലിയർ ആയോ? 36 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം 12 into 2 അല്ലെങ്കിൽ 12 into 3 എന്ന് എഴുതിക്കൂടെ? 12 into 3 തന്നെ. ഒരു 12 months അല്ല ഒരു ഇയർ. അപ്പോൾ 1 into 3 years. അപ്പോൾ എത്ര വരിക? 3 years ആ വരിക. 36 months എന്ന് പറഞ്ഞാൽ എന്താ വരിക? 36 months ഒരു മന്ത് അല്ല, ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 12 months. അപ്പോൾ 36 months എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 years. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ, അതായത് നമ്പർ ഓഫ് മന്ത്സ് കണ്ടുപിടിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും വരിക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്നിന് രണ്ട് വാല്യൂ ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, Mr. Bajaj needs rupees 30,000 after 2 years. What least money in multiple of 5 must he deposit every month in recurring deposit to get required amount after 2 years? The rate of interest being is 8%. അല്ലേ? ഇതൊക്കെ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം എന്താ വരുന്നത്? അപ്പം മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് ബജാജിന് വേണ്ടത്? മിസ്റ്റർ ബജാജ് എന്ന ആൾക്ക് വേണ്ടത് ₹30,000 അല്ലേ. എത്ര വർഷമാണ് മൂപ്പര് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 2 years. 2 years എന്ന് പറഞ്ഞാൽ എത്ര വരിക? 24 months
അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 8%. അല്ലേ? അപ്പോൾ ഇതിൽ പ്രിൻസിപ്പിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി ആണ് ചോദിച്ചത്. ഓരോ മാസവും എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല പി ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2×12 ഇൻറ്റു r/100. അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പി ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? 24. n+1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 25. ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ്? 8 ബൈ 2×12 24 ഇൻറ്റു 100. അപ്പോൾ ഈ 24 കട്ട് ചെയ്തൂടെ? ഈ 25 100ൽ 4 ടൈംസ്. അപ്പോൾ ഈ 4 8ൽ 2. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? 2p തന്നിട്ടുള്ള ഇക്വേഷൻ വരും. അല്ലേ? അപ്പം മെച്യൂരിറ്റി വാല്യൂ എന്താ വരിക? പി ഇൻറ്റു പ്രിൻസിപ്പൾ ഒരു പി എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. എത്ര മാസത്തേക്കാണ്? 24 മന്ത്സിലേക്കല്ലേ? പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 2p. അല്ലേ? മെച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് 2p ആണ്. അപ്പം ഇത് സോൾവ് ചെയ്യുന്ന മെച്യൂരിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 30,000. 30,000 ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? 24p പ്ലസ് 2p എന്ന് എഴുതിക്കൂടെ? അല്ലേ? അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 30,000 ഈസ് ഈക്വൽ ടു 26p എന്ന് വരും. അപ്പോൾ p എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ഡിവൈഡഡ് ബൈ 26. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 15,000 ഡിവൈഡഡ് ബൈ 13. അല്ലേ? ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 1,153. അല്ലേ? 3 rupees 0.84 പൈസയും വരും. അപ്പോൾ ഇതാണ് വരുന്നത്. 3 rupees ആണ് ഒരു മന്ത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 5 ആയിട്ട് പറയണ്ടേ? അല്ലേ? അപ്പോൾ ഇതിനോട് അടുത്തിരിക്കുന്ന നമ്പർ ഏതാ വരുന്നത്? 5ൻ്റെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ₹1155 എന്ന് പറയും. അല്ലേ? ഏകദേശം അടുത്ത് കിടക്കുന്നതാണ്. അതായത് 153നോട് അടുത്തുള്ളത് 55 അല്ലേ? 5ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പം ഇതാണ് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് കൈ പിടിച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാം. ഇനി നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 5th question. Rishabh has recurring deposit account in a post office for അതിൽ കണ്ടോ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ റെക്കറിങ് ഡെപ്പോസിറ്റ് ബാങ്കിൽ മാത്രമല്ല, പോസ്റ്റ് ഓഫീസിലും നമുക്ക് തുടങ്ങാം കേട്ടോ. Rishabh has recurring deposit account in a post office for 3 years at 8%. അപ്പോൾ n ഇവിടെ തന്നിരിക്കുന്നത് 3 years. 3 years എന്നാൽ എത്ര വരും? 36 months അല്ലേ? റേറ്റ് എത്രയാണ് വരുന്നത്? 8%. ഹി ഗെറ്റ്സ് ₹9,990 ആസ് ഇൻട്രസ്റ്റ്. അത് ഇൻട്രസ്റ്റ് ആയിട്ടാട്ടോ കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത് അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 9990 rupees. ഫൈൻഡ് ദ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് തന്നെ പി കണ്ടുപിടിക്കണം. പിന്നെ എന്താ ചോദിച്ചാൽ എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ ഫോർമുല? പി ഇൻറ്റു എൻ ഇൻറ്റു n+1 ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 ഇൻറ്റു 100. അപ്പം ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 9990 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ എത്രയാണ് വരുന്നത്? 36. n+1 എന്താ വരിക? 37 ഇൻറ്റു ആർ എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 2400 അല്ലേ? ഇതിൽ രണ്ടിൽ 12 കോമൺ ആണ്. അല്ലെങ്കിൽ ഇത് 8ൽ 1 ടൈംസ് ഇവിടെ എന്താ വരിക? 8ൽ 1 ടൈംസ് 300 അല്ലേ?
ഈ 300ലും 36ലും 3 കോമൺ അല്ല, അപ്പോൾ ഇവിടെ 100 വരും, ഇവിടെ 12 വരും. പിന്നെ ഈ 100 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം എന്ത് വരും? 9990 into 100 is equal to P into 12 into 37. Therefore, P is equal to എന്ത് വരും? 9990 into 100 divided by 12 into 37. അല്ലേ? അപ്പം ഇത് സോൾവ് ചെയ്യുക എങ്ങനെയാ? P is equal to ഈ 100ലും 12ലും എന്ത് കോമൺ ആണ്? 2 കോമൺ ആണ്. അപ്പോൾ ഇവിടെ 50, ഇവിടെ 6 വീണ്ടും കട്ട് ചെയ്യുക. അപ്പം എന്താ പറയുക? 25 3. അപ്പം 9990 into 25 by 3 into 37 കിട്ടൂലേ? ഈ 3 ഇതായിട്ട് കട്ട് ചെയ്തൂടെ? അപ്പം എന്താ പറയുക? 3330 അല്ലേ? 3330വും 37ഉം ഡിവൈഡ് ചെയ്ത് നോക്ക്. അല്ലേ? അതായത് ക്ലിയർ ആയിട്ട് പോവും. 37 ഇതിൽ 90 ടൈംസാണ് പോവുക. അപ്പം 90 ഇൻറ്റു എന്ത് വരും? 25. 9 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 175. അപ്പോൾ ₹1750 ഇത്രയാണ് എന്താവേണ്ടത്? ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോറി 1750 അല്ല, എന്താ വരിക? 0 9 5s are 45, 4 9 2s are 18, 2 ₹2250. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെച്യൂരിറ്റി വാല്യൂ എത്രയാണ്? മെച്യൂരിറ്റി വാല്യൂ അപ്പോൾ എത്രയാണ്? പ്രിൻസിപ്പിൾ 2250 എത്ര മാസത്തോളം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? 36 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? 9990 സീക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? ലാസ്റ്റ് ഫൈനൽ ആൻസർ ₹90,990 എത്രയാണ് കിട്ടുക? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. Sixth one. Gobal has a cumulative deposit account and deposits ₹900 per month for a period of 4 years. He gets ₹52,020 at the time of maturity. Find the rate of interest. Like cumulative deposit account എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് വരുന്നത്? റെക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ റേറ്റ്, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് എത്രയാ? ₹900 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ പീരീഡ് ഓഫ് എത്രയാണ് വരുന്നത്? 4 years. 4 years എന്നാൽ 48 months അല്ലേ? മെച്യൂരിറ്റി വാല്യൂ എത്രയാ? മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് ₹52,020 അല്ലേ? അപ്പം മെച്യൂരിറ്റി വാല്യൂവിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ P, അതായത് ഞാൻ ഈ ഫോമുല എഴുതുന്നില്ല കേട്ടോ. 900 ഇൻറ്റു എത്രയാ? 48 ഇൻറ്റു 49 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല, ഡിവൈഡഡ് ബൈ 24, അതായത് 2400 അല്ലേ? വേണമെങ്ങനെ ഇരിക്കും? 24 ഇൻറ്റു 100, 2 ഇൻറ്റു 12 ഇൻറ്റു 100. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്താൽ എന്ത് വരും? 2 വരും. ഈ 2 0 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു
എന്താ വരിക 9 into 90 2 into 49 എന്ന് പറഞ്ഞാൽ 98 into R. അതങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ. ഇനി മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക അല്ലേ. എമൗണ്ട് എത്ര 900 into 48 മന്ത്സോളം 900 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റും വരും. എന്ത് 9 into 98 into R. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് വരിക തന്നിട്ടുണ്ട് 52020 ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരിക 43200 പ്ലസ് 9 into 98 into R. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 52020 മൈനസ് 43200 ഈസ് ഈക്വൽ ടു 9 times 98 into R അല്ലേ. ഇത് സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് കിട്ടുക 8820 ഈസ് ഈക്വൽ ടു 9 into 98 times R അല്ലേ. ഇതിൽ നിന്ന് R എന്താ വരിക 8820 divided by 9 into 98 ആണ് എന്ത് വരിക R. implies R is equal to അല്ലേ. ഇത് 9 കട്ടാവൂലേ 9 times അപ്പോൾ 81 പിന്നെ 72 എന്താ വരിക 80 അല്ലേ. അപ്പം എന്താ വരിക 980 divided by 98. ഈ 98 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 10%. therefore റേറ്റ് എത്രയാണ് വരിക 10% ആണ് വരിക. ക്ലിയർ ആയോ. സിംപ്ലിഫിക്കേഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സിംപ്ലിഫൈ എന്നൊന്നും തെറ്റാൻ പാടില്ല. ഈ സബ്ട്രാക്ട് ചെയ്യുന്നൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ചെയ്യാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ റേറ്റ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നത് നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ തന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതിക്കുക. N എന്ന് പറയുന്നത് എത്രയാണ് ദീപ ഹാസ് 4-year റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ 4 year എന്ന് പറഞ്ഞാൽ എത്രയാണ് 48 months. പിന്നെ ബാങ്ക് പ്രിൻസിപ്പൽ എത്രയാണ് ₹1800. ഷീ ഗെറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. അപ്പം മെച്യൂരിറ്റി വാല്യൂ വന്നിട്ടുണ്ട് എന്താ വരിക മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് ₹1,08,450. 1,08,450 അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക പ്രിൻസിപ്പൽ P 1800 ഇൻറ്റു N എത്രയാണ് 48 ഇൻറ്റു N+1 49 ഇൻറ്റു 6 അറിയില്ല ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100. ഈ 2 zeros ക്യാൻസൽ ചെയ്യുക. 24 ഇതിലെന്താ വരിക 2 times. അപ്പോൾ ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 98 ഇൻറ്റു 6 എന്ന് എഴുതി അല്ലേ. ഇനി മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക മെച്യൂരിറ്റി വാല്യൂ ഈസ് ഈക്വൽ ടു 1800. എത്ര മന്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് 48 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത് വരിക 18 ഇൻറ്റു 98 ഇൻറ്റു R അല്ലേ. ഇംപ്ലൈസ് മെച്യൂരിറ്റി വാല്യൂ എത്രയാണെന്നത് 1,08,450 ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും 86400 പ്ലസ് 18 ഇൻറ്റു 98 ഇൻറ്റു R അല്ലേ. ഇനി 1,08,450 ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും -86400 ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 98 ഇൻറ്റു R അല്ലേ. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് എന്ത് വരിക ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 22050. അന്ന് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾ ചെയ്തു നോക്ക്. സബ്ട്രാക്ഷനൊക്കെ അറിയാലോ.
18 into 98 അല്ലേ, ഇതിങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അതാണ് എന്ത് വരിക 6. ക്ലിയർ ആയില്ലേ? ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 6 എത്ര കിട്ടും? 12.5% ആണ് കിട്ടുക. ക്ലിയർ ആയോ? അപ്പം അതാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അല്ല, ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക് കേട്ടോ. ഇതിൽ രണ്ടിലും 3 കോമൺ ആവും. അപ്പോൾ അത് 18ലും ഇതിലും വെച്ചിട്ട് 3 കോമൺ ആവുന്നതിനെ കൊണ്ട് മുകളിലും താഴെയും 3 വെച്ച് കട്ട് ചെയ്യാം. പിന്നെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 8th ക്വസ്റ്റ്യൻ. Mr. Brito deposits a certain sum of money each month in a recurring deposit account of a bank. If the rate of interest is 8% per annum, rate എത്ര തന്നിട്ടുണ്ട്? 8% per annum. And Mr. Brito gets rupees from the bank. അപ്പോൾ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 8088 rupees 8088 after 3 years. അപ്പം എന്നെ എത്രയാണ് വരിക? 36 months. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹിസ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. പി എ കണ്ടുപിടിക്കണ്ടേ അല്ലേ? അപ്പം മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 8088. അടയ്ക്കുന്ന പ്രിൻസിപ്പൽ എത്രയാണ്? പി. എത്ര വർഷത്തോളം അടച്ചിട്ടുണ്ട്? 36 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റും വരില്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? പി ഇൻറ്റു എൻ ഇൻറ്റു, അതായത് 36 ഇൻറ്റു n പ്ലസ് 1 37 ഇൻറ്റു റേറ്റ് എത്രയാ? 8 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 അല്ലേ? ഇത് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യുക. 3 ഇതിവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 12 അല്ലേ? അപ്പോൾ 8088 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 36 തന്നെ 36p പ്ലസ് 12 ഇൻറ്റു 37 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 12 ഇൻറ്റു 37 എന്ന് പറഞ്ഞാൽ 444 ആണ് വരിക അല്ലേ? 444 ബൈ 100 p എന്ന് വരും അല്ലേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ. ഈ 100 ഇതായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 100 നമുക്ക് ഇവിടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി? 4.44 എന്നിട്ടാൽ മതി. 444 ഡിവൈഡഡ് ബൈ 100. 2 പ്ലേസ് 1 2. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടാൽ മതി. ക്ലിയർ ആയോ? ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 8088 ഈസ് ഈക്വൽ ടു 40.44p എന്നല്ല കിട്ടുക അല്ലേ? ഇപ്പം പി ഈസ് ഈക്വൽ ടു 8088 divided by 40.44 മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 4044 എന്ന് വരും. ഇത് രണ്ടും കട്ട്, ഇതിൻ്റെ നേരെ ഡബിളാണിത് അല്ലേ? അപ്പം എന്താ വരിക? ₹200. 200 ആണ് എന്ത് വരുന്നത്? ഫിക്സ്ഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട വാല്യൂ, പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കും. ഷാറൂഖ് opened a recurring deposit account in a bank and deposited ₹800 per month for 1.5 years. അപ്പോൾ പ്രിൻസിപ്പൾ ഇവിടെ എത്രയാണ് വരുന്നത്? ₹800. എത്രയാണ് വരുന്നത്? 1.5 years ആട്ടോ. അതെങ്ങനെ എഴുതുക? 1.5 ഇൻറ്റു 12 അല്ലേ? എത്രയാണ് വരിക? അത് 18 months ആണ് വരിക. 18 months. If he received ₹15,084 at the time of maturity, maturity value തന്നിരിക്കുന്നത് 15084 rupees. Find the rate of, ഇവിടെയും കണ്ടുപിടിക്കേണ്ട എന്താ? റേറ്റ് ആണ് അല്ലേ? അപ്പം മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? മെച്യൂരിറ്റി വാല്യൂ 15084
ഈസ് ഈക്വൽ ടു, ഞാൻ ഫോർമുല ചെയ്തൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് ചെയ്യാം. 800 ഇൻറ്റു എത്ര മാസത്തോളം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? 18 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരുന്നത്? 800 ഇൻറ്റു എൻ എത്രയാ? 18 ഇൻറ്റു n പ്ലസ് 1 19 ഇൻറ്റു r ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100. ഈ 0 ക്യാൻസൽ ചെയ്യുക. 8 24-ൽ 3 ടൈംസ്, 3 18-ൽ 6 ടൈംസ്. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 15084 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 8 8s are 64, 6 144 പിന്നെ 2 0 is equal to 6 into 19 into r എന്ന് വരും അല്ലേ? ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? എന്താ വരിക? 684 അല്ലേ? 684 അല്ലേ വരിക? അപ്പോൾ 684 is equal to 6 into 19 into r അല്ലേ? അപ്പോൾ r എന്താ വരിക? 684 ഡിവൈഡഡ് ബൈ 6 into 19 is equal to 6 ഇതിൽ പോവില്ലേ? 684 ഡിവൈഡഡ് ബൈ 6 into 19 ഇവിടെ എന്താ വരിക? 1 8-ൽ 1 ടൈംസ്, 24-ൽ 3 അല്ലേ? 19 ഇൻറ്റു അല്ലേ 113 അല്ലേ വരുന്നത്? 19 ഇൻറ്റു 7 എന്താ വരിക? 6 1 ടൈംസ് 24 സോറി കേട്ടോ, 24-ൽ 4 ടൈംസ് അല്ലേ? ഇനി 19 ഇൻറ്റു 6 എന്താ വരിക? 4 5 100 അല്ല 11 114 അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 6. ക്ലിയർ ആയി? അപ്പോൾ റേറ്റ് എത്രയാണ് വരുന്നത്? 6%. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. Katrina opened a recurring deposit account with a nationalized bank for a period of 2 years. അപ്പോൾ n is equal to 2 years, അതായത് 24 months. If the bank pays interest at the rate of 6%, r എത്രയാണ്? 6%. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ₹1000. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ 2 years അല്ലേ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 yearsലുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എന്താ വരിക? പ്രിൻസിപ്പൽ 1000 ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്? 24 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100. ഇത് സിമ്പിളായിട്ട് ചെയ്യാം. 24 കട്ട് ചെയ്യും. ഇവിടെ എന്താ വരിക? 4 അല്ലേ? ഇവിടെ ഇത് 4 ഇത് കട്ട് ചെയ്താൽ 250 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 250 ഇൻറ്റു 6 അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരിക. എത്ര വരിക? 1500 rupees അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ 2 years എത്രയാണ് വരിക? 1500. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്? മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്താ വരുന്നത്? എത്രത്തോളം? 1000 എത്ര മാസത്തോളം ഇട്ടിട്ടുണ്ട്? 24. അതിൻ്റെ കൂടെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയ 1500. അപ്പോൾ എന്താ വരിക? 24,000 പ്ലസ് 1500 അല്ലേ? എത്രയാണ് വരിക? 25,500 അല്ലേ? എത്രയാണ് മെച്യൂരിറ്റി വാല്യൂ വരിക? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അല്ല 11th ക്വസ്റ്റ്യൻ. Mohan has a recurring deposit account in a bank for 2 years at 6% per annum simple interest. അപ്പോൾ n equal to 2 years അപ്പോൾ 24. റേറ്റ് എത്രയാണ് വരുന്നത്?
6%. If he gets rupees 1200 as interest, as principal ആണ് 1200 rupees. Find the monthly installment. Sorry, principal അല്ല, interest ആണ് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര? 1200 rupees അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമിൽ എന്താ വരുന്നത്? 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് അറിയില്ല. പി ഇൻറ്റു എൻ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 24 ഇൻറ്റു n+1 തന്നെ 25 ഇൻറ്റു റേറ്റ് ആർ ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 അല്ലേ? ഈ 24ഉം 24ഉം കട്ട് ചെയ്യുക. ഇത് രണ്ടും കട്ട് ചെയ്താൽ എന്ത് വരും? 4 വരും. അപ്പം ഇതെന്ത് വരും? 6 2 3 ടൈംസ് 4 2 2 ടൈംസ് അല്ലേ? അപ്പം എന്താ വരിക? 3p/2 എന്ന് കിട്ടും. അപ്പോൾ ഈ 3p ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് തന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 1200 വന്നിട്ടുള്ളത്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താ വരിക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1200 ഇൻറ്റു 2, 3 അങ്ങോട്ട് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഈ 3ഉം 3ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 400 ഇൻറ്റു 2 എന്താ വരിക? 800 rupees 800 അല്ലേ? പ്രിൻസിപ്പിൾ ആണ് എന്ത് വരിക? rupees 800. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എമൗണ്ട് ഓഫ് മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് അല്ലേ? ഈ 800 എത്ര മാസത്തോളം ഇട്ടിട്ടുണ്ട്? 24 months, അതായത് 2 വർഷത്തോളം. അപ്പോൾ ഇൻറ്റു 24 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത്? 1200 അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് 1200. അപ്പോൾ ഇത് ചെയ്താൽ മതി. അപ്പം 6 8 24 അപ്പോൾ 14400 പ്ലസ് 1200 ഈസ് ഈക്വൽ ടു 2 എത്ര വരിക? ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതെന്താ വരിക? 144 അല്ല, 0 0 8 4s 32 3 അല്ലേ? 19200. അപ്പം എന്ത് വരും? 0 0 4 19 അപ്പോൾ 20 rupees 20,400. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 12. Peter has a recurring deposit account in Punjab National Bank at Sada Bazaar for 4 years at 10%. അപ്പോൾ n എത്രയാ? 4 years എന്നാൽ 48 months കേട്ടോ. റേറ്റ് എത്രയാന്ന്? 10%. He will get rupees 6,370 as interest on maturity. സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയ എത്രയാ? rupees 6370. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കണം. പിന്നെ എന്താ ചോദിച്ചത്? മെച്യൂരിറ്റി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എത്രയാണ്? പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കേണ്ട ഫോമിൽ എന്താ? പി ഇൻറ്റു എൻ എത്രയാണ്? 48 ഇൻറ്റു 49 n+1 49 ആവുക. അപ്പോൾ 10/24 ഇൻറ്റു 100 അല്ലേ? ഈ 24ഉം 48ഉം കട്ട് ചെയ്താൽ 2 വരും. ഈ 10ഉം 10ഉം പോവും അല്ലേ? അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 2 ഇൻറ്റു 49 അതായത് 98p ഡിവൈഡഡ് ബൈ 10 എന്ന് വരും അല്ലേ? വീണ്ടും കട്ട് ചെയ്യാം കേട്ടോ. ഈ 2 എന്ന് കട്ട് ചെയ്യുമ്പോൾ 49p ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. പക്ഷേ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6370. Therefore P എത്രയാണ് വരിക? 6370 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 49 അല്ലേ? ഇപ്പം 49 ഇതിൽ ഇത് 7 കോമൺ. അപ്പോൾ 49ൽ 7 ടൈംസ് ഇവിടെ 7 എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക?
63-ൽ 9, 910 അല്ലേ? ഇനി 91-ൽ വീണ്ടും പോവും. 910 into 5 divided by 7. 7 9-ൽ 1 times, 21-ൽ 3, 130. അപ്പം 130 into 5, 13 into 5 എന്ന് പറഞ്ഞാൽ 65. അപ്പോൾ 650 റുപ്പീസാണ് എന്ത് വരുന്നത്, പ്രിൻസിപ്പളായിട്ട് കിട്ടുന്നു. പ്രിൻസിപ്പളായിട്ട് ആരാണ്? പീറ്റർ അടയ്ക്കേണ്ടത് അല്ലേ? ഇനി മെച്യൂരിറ്റി വാല്യൂ എത്രയാണ് നോക്ക്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാട്ടോ, ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളൊന്ന് അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ തരുന്നതായിരിക്കും അല്ലേ? പ്രോബ്ലം ഒന്ന് ചെയ്തിട്ടൊരു പരിചയം വരാൻ വേണ്ടി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നതൊക്കെ. പ്രിൻസിപ്പൾ എത്രയാ? 650 ഇൻറ്റു എത്ര ഇയേഴ്സാണ്? 4 ഇയേഴ്സ് അല്ലേ? അതായത് എത്രയാണ് വരിക? 48 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? 6370. ഇത് എത്രയാണ് വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 31200 പ്ലസ് 6370. അപ്പോൾ ഇത് എത്രയാണ് ടോട്ടൽ വരുന്നത്? റുപ്പീസ് 3750. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് നമ്മളെ ആ സെക്കൻഡ് ചാപ്റ്റർ ഉള്ളത്. മനസ്സിലായോ?